കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരീഷിന്റെ വർക്ക്ഷോപ്പിലെത്തിയ നീതു അവനുമായിട്ടുള്ള പിണക്കൊക്കെ പറഞ്ഞു തീർത്ത് അവൾ വാങ്ങിക്കൊണ്ടുവന്ന സ്നാക്സ് അവിടെ വെച്ച് ഇത് നീ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചോ, ഞാൻ രാത്രി വിളിച്ചോളാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൾ അങ്ങോട്ട് പോയപ്പോഴേക്കും ടിറ്റോയും ചന്തുവും ബ്രോ എന്താ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷും ഒരു ചിരിയോടെ അതെടുത്ത് കഴിക്കുന്നുണ്ട്. അവൾ അതൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഗുഡ് ബോയ് എന്ന് പറയുന്നത് കേട്ട് ഹരീഷും ഒരു ചമ്മലോടെ ആ സ്നാക്സ് അവിടെ തന്നെ വയ്ക്കുകയാണ്. അവളും ഒരു ചിരിയോടെ അവനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ സുഭാഷിന്റെ പണി സൈറ്റിൽ ജോലി കിട്ടിയ വിവരം അറിയിക്കാനായി സ്വീറ്റ് ബോക്സ് ഒക്കെ വാങ്ങി എത്തിയിരിക്കുകയാണ് നിധിയും സുധീഷും. കാർ നിർത്തിയ ഉടനെ നിധി സന്തോഷത്തോടെ ഡോർ തുറന്ന് പെട്ടെന്ന് നടന്നു പോകുന്നത് കണ്ട് സുധീഷും പുറകെ ചെന്ന് നിധി എന്തിനാ ഇത്ര തിടുക്കം, തട്ടിത്തടഞ്ഞ് വീഴേണ്ട കേട്ടാ, അല്ല സുഭാഷ് ഏട്ടനെ ഇവിടെ തന്നെ വന്ന് കാണണമെന്ന് എന്താ ഇത്ര നിർബന്ധം, വീട്ടിലേക്ക് തന്നെയല്ലേ സുഭാഷ് ഏട്ടൻ വരിക എന്നവൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല സുധീഷേ, തിരിച്ചു വരുന്ന വഴി ഇവിടെ കയറി പറയുമ്പോൾ സുഭാഷ് ഏട്ടന് സന്തോഷം കൂടും, എനിക്ക് ജോലി കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സുഭാഷ് ഏട്ടനായിരുന്നില്ലേ എന്ന് നിധി പറയുമ്പോൾ ഓഹോ അത് ശരി, അപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത് ഞാൻ, ഇൻ്റർവ്യൂവിന് എല്ലായിടത്തും കൊണ്ടുപോയി വിട്ടതും ഞാൻ, എന്നിട്ടും ആഗ്രഹിച്ച ആളാ ഇപ്പം മുമ്പൻ എന്ന് സുധീഷ് മനസ്സിൽ പിറുവിറുക്കുന്നുണ്ട്. അത് കേട്ട് എന്താ പിറുവിറുക്കുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല ഈ ഏട്ടൻ്റെ അനിയത്തിയുടെയും സ്നേഹം കൊണ്ടേ ഈ അനിയത്തി പ്രാവ് 2.2 പാസ് ആൻഡ് റീലോഡഡ് എന്നൊരു സിനിമയ്ക്ക് ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചതാ. അത് കേട്ട് നിധി തമാശയാണോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷും ഒരു ചിരിയോടെ അല്ല പരിഹാസം എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് മുഖവും തിരിച്ച് അവൾ അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ട് സുധീഷും അവളുടെ പുറകെ ചെന്ന് നിധി ശ്രദ്ധിച്ച് എന്ന് പറയുന്നുണ്ട്. സുഭാഷിനടുത്ത് എത്തുമ്പോഴേക്കും നിധിയെ സന്തോഷത്തോടെ സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ മോളെ ഇവിടെ എന്നവൻ ചോദിക്കുമ്പോൾ ഞാനൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയിരുന്നില്ലേ, അവിടെ എനിക്ക് ജോലി കിട്ടി എന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്. എനിക്കപ്പോഴേ ഉറപ്പായിരുന്നു നിധിക്ക് എന്തായാലും ജോലി കിട്ടുമെന്ന്, എന്തായാലും നന്നായി എന്നവൻ പറയുമ്പോൾ ഞാൻ സ്വീറ്റ്സ് തരാൻ വന്നതാ എന്നവളും പറയുന്നുണ്ട്. അവൾ അവന് നേരെ സ്വീറ്റ് ബോക്സ് നീട്ടുമ്പോഴേക്കും അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് നിധിക്കും സുധീഷിനും കൊടുക്കുന്നുണ്ട്. അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന അവിനാശിനോടായി അവിനാശെ വന്ന് സ്വീറ്റ്സ് എടുക്ക് എന്ന് പറഞ്ഞ് അയാളെ വിളിക്കുന്നുണ്ട്. എന്താ വിശേഷം എന്ന് അവിനാശ് ചോദിക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടി എന്ന് നിധിയും പറയുന്നുണ്ട്. ആശംസകൾ എന്നവൻ പറയുമ്പോൾ ബായുടെ മലയാളം കുറച്ചുകൂടി നന്നായിട്ടുണ്ടല്ലോ എന്ന് സുധീഷും പറയാണ്. അവിനാശെ ഇതെല്ലാവർക്കും കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞ് സ്വീറ്റ് ബോക്സ് അവിനാശിന് കൊടുക്കുന്നുണ്ട് സുഭാഷ്. അപ്പോഴേക്കും നിധിയും ആ സൈറ്റൊക്കെ ഒന്ന് നോക്കി. എത്ര നാളായി സുഭാഷ് ഏട്ടാ ഇവിടെ പണി തുടങ്ങിയിട്ട് എന്ന് നിധി ചോദിക്കുമ്പോൾ 3 മാസമായി, ഇനിയൊരു 2 മാസം കൂടി കഴിയുമ്പോഴേക്കും പണിയൊക്കെ തീർത്തു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മോളെ ഈ വീടും മോളെ പോലെ ഒരു ആർക്കിടെക്റ്റാ ഡിസൈൻ ചെയ്ത് തന്നെ, നന്നായിട്ടുണ്ടല്ലേ എന്നവൻ പറയുമ്പോൾ അവൾ ആ വീടൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് സുഭാഷ് ഏട്ടാ ഞാനൊരു സജഷൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറ മോളെ എന്നവനും പറയുന്നുണ്ട്. അല്ല ഇപ്പോൾ എല്ലാവരും ഓപ്പൺ കിച്ചണല്ലേ ചെയ്യുന്നത്, ഹാളിനോട് ചേർന്ന് ഒരു കിച്ചൺ ചെയ്താൽ ചെറിയൊരു പാർട്ടീഷനും കൊടുത്താൽ നന്നായിരിക്കില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അത് നല്ല ഐഡിയ ആണല്ലോ, അതാകുമ്പോൾ വീട്ടിൽ നല്ല വെളിച്ചവും കിട്ടും, വീടിന് നല്ല വലിപ്പവും കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് കണ്ടപ്പോൾ തന്നെ ഐഡിയ വന്നല്ലോ. അതാ പറയുന്നേ, ഇങ്ങനെ നല്ല ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ വീടിന് ഡിസൈൻ വരക്കണം, നിങ്ങൾ വരച്ചു തന്നത് ചെയ്യാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ എന്ന് സുഭാഷ് പറയുമ്പോൾ വീട് പണിയണമെന്ന് പറഞ്ഞാൽ സുഭാഷ് ഏട്ടന് പറ്റില്ലേ എന്നവൾ ചോദിക്കുന്നുണ്ട്. 4 ചുമരും ഒരു മേൽക്കൂരയും ഉണ്ടാക്കാൻ ഏതാശാരിക്കും പറ്റും, പക്ഷേ സ്ഥലത്തിനനുസരിച്ച് ഡിസൈൻ വരച്ച് വീടുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ചാന്ദിനി അവിനാശിനുള്ള ഭക്ഷണമായി അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ടതും ഒരു ഞെട്ടലോടെ സുധീഷും സുഭാഷ് ഏട്ടാ ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അവിനാശും എൻ്റെ പെങ്ങളാ നാട്ടിൽ നിന്ന് വന്നതാ എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് മാത്രമേ അറിയൂ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഹിന്ദി നന്നായി അറിയും, മലയാളം പറഞ്ഞാൽ മനസ്സിലാവും, ഇപ്പൊ കുറേശ്ശെ സംസാരിക്കാനും നോക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചാന്ദിനിയോടായി ചാന്ദിനി ഇത് സുഭാഷ് ഏട്ടൻ്റെ ചോട്ടാബായ്, സുധീഷ് ഇത് ബീവി നിധി എന്ന് പറയുമ്പോഴേക്കും ചാന്ദിനിയും നിധിയെ നോക്കി നമസ്തേ പറയുന്നുണ്ട്. അവളൊരു സംശയത്തോടെ എനിക്ക് ബാക്കി ഷാദി ഹോ ഗയി അഭി തക് എനിക്ക് ഷാദി ഹോ നഹീ ക്യാ എന്നവൾ പറയുമ്പോൾ പറഞ്ഞത് മനസ്സിലായോ എന്ന് അവിനാശും ചോദിക്കുന്നുണ്ട്. മനസ്സിലായി, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും ചേട്ടൻ്റെ കല്യാണം കഴിയാത്തത് എന്താ എന്നല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഉടനെ ഷാദി ഹോക എന്ന് സുധീഷ് പറയുമ്പോൾ ടീക്ക് ഹേ എന്നവളും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും നിധിയോടായി നിങ്ങൾ കഴിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല വീട്ടിൽ പോയിട്ട് കഴിക്കാം എന്ന് നിധി പറയുമ്പോൾ ഇവിടുന്ന് കഴിക്കാലോ എന്നവനും പറയുന്നുണ്ട്. ഏട്ടന് വേണ്ടിയുള്ളതല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് നിധി ചോദിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ക്യാ ബോൾ രഹി ഹേ എന്ന് ചാന്ദിനിയും ചോദിക്കുന്നുണ്ട്. ഖാന സബ്കോ ലേക്കെ ആയേ ഹേ ക്യാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ മേ ജ്യാദാ ലേക്കർ ആയി ഹോം ഹം ഷെയർ കരെങ്കെ ഖാക്കർ ബതാവോ കേസാ ഹേ എന്നവൾ പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, കഴിച്ചിട്ട് അഭിപ്രായം പറ എന്ന് അവൾ പറയുന്നേ എന്ന് അവിനാശും പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ റെഡി, സുധീഷ് ഓക്കെ അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെയാ എന്ന് സുധീഷും പറയുന്നുണ്ട്. എങ്കിൽ വാ നമുക്ക് കൈ കഴുകാം എന്ന് പറഞ്ഞ് സുഭാഷ് അവരെല്ലാവരെയും കൂട്ടി പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാകുമ്പോൾ നികേഷും നിധിയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. സുഭാഷും അവരെ നോക്കിക്കൊണ്ട് ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ആകെ ടയേർഡായി എന്നവൾ പറയുമ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് സുഭാഷ് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. ദാഹിച്ച് തൊണ്ട പൊട്ടി നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ആ വെള്ളം ഒക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് നിധി.
കുറെ പർച്ചേസ് ചെയ്ത മറ്റുണ്ടല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ പിന്നെ ചാല മാർക്കറ്റ് മുഴുവൻ നടന്നു, എല്ലാ കടയിലും കയറി ഇറങ്ങിയാ വന്നത് എന്ന് നികേഷ് പറയുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ പാകത്തിന് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേട്ട് നികേഷും എന്നാലും എൻ്റെ അടുത്ത് ഇത് കുറച്ച് വല്ലാത്ത ഡ്രസ്സ് എടുക്കലാണ് കേട്ടോ എന്ന് നിധിയോടായി പറഞ്ഞുകൊണ്ട് തുണി ഇഷ്ടാവുമ്പോൾ കളർ ഇഷ്ടാവുമ്പോൾ തുണി ഇഷ്ടാവില്ല, ഇനി ഇത് രണ്ടും ഇഷ്ടമായാലോ ഡിസൈൻ ഇഷ്ടാവില്ല. ഞാനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയാലേ പോകുന്നു എടുക്കുന്നു തിരിച്ചു വരുന്നു, 2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു എന്ന് നികേഷ് പറയുമ്പോൾ ഞാനും അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ മൂത്തമ്മാവൻ്റെ മോളിലെ ധന്യ, അവളുടെ കൂടെ പോയിട്ടാ കുറച്ചുകൂടി ഡ്രസ്സൊക്കെ എടുക്കാൻ ഞാൻ പഠിച്ചത്. അവളിങ്ങനെയൊന്നല്ല, ആന കയറി കരിമ്പുംകാട് പോലെ ആക്കും തുണിക്കട എന്ന് നിധി പറയുമ്പോൾ ചാല മാർക്കറ്റിലാണെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് വരുമായിരുന്നല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ബസ്സാ ഇഷ്ടം എന്ന് സുധീഷിനോടായി പറഞ്ഞുകൊണ്ട് അല്ലേ നികേഷേ എന്ന് നികേഷിനോട് ചോദിക്കുന്നുണ്ട്. അതെ അതെ എന്ന് നികേഷും ഒരു ചിരിയോടെ പറയാണ്. കുറെ വാങ്ങി കുട്ടിയെ മറ്റുണ്ടല്ലോ എന്ന് സുധീഷ് കവറിലേക്ക് നോക്കി പറയുമ്പോൾ നികേഷും അതിൽ നിന്നൊരു ഷർട്ട് എടുത്ത് ഇത് കണ്ടോ, ഇതെനിക്ക് ഏട്ടത്തി വാങ്ങി തന്നതാ എന്ന് നികേഷ് പറയുമ്പോൾ ആഹാ കൊള്ളാലോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അല്ല നിധി, അതിന് കാശുണ്ടായിരുന്ന കയ്യിൽ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനും നികേഷും കൂടി പ്ലാൻ ചെയ്ത് കൊള്ളയടിച്ചു എന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷും ഒരു ചമ്മലോടെ ആധാർ കാർഡും പാൻ കാർഡും അടിച്ചു മാറ്റിയ പോലെ വീട്ടിൽ നിന്ന് കുറേ കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുമല്ലേ എന്ന് പറയുമ്പോൾ അതെൻ്റെ സ്വഭാവമല്ല, സ്വർണം വിറ്റ കാശ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിയതാ എന്നവൾ പറയുന്നുണ്ട്. സുഭാഷും നികേഷിൻ്റെ ഷർട്ട് നോക്കിക്കൊണ്ട് ഇതേതായാലും നന്നായിട്ടുണ്ട് എന്നും പറഞ്ഞ് അതിൻ്റെ പ്രൈസ് ടാഗ് കണ്ട് 2500 എന്ന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അത് ബ്രാൻഡഡ് ഷർട്ടല്ലേ സുഭാഷ് ഏട്ടാ, അതുകൊണ്ടാ എന്ന് നിധിയും പറയാണ്. അത് കേട്ട് നികേഷും അതിന് സുഭാഷ് ഏട്ടൻ ഡ്രസ്സ് വാങ്ങുന്നത് 50% ഡിസ്കൗണ്ട് ഉള്ളപ്പോഴാ എന്ന് പറയുമ്പോഴേക്കും സുഭാഷും ഒരു ചിരിയോടെ ആ ഷർട്ട് അവന് തിരികെ കൊടുക്കുന്നുണ്ട്. നിധി തൻ്റെ കയ്യിലുള്ള കവറെടുത്ത് സുഭാഷിന് കൊടുത്ത് ഇത് സുഭാഷ് ഏട്ടനെ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കെന്തിനാ മോളെ ഇതൊക്കെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഒന്ന് തുറന്നു നോക്ക് എന്നവളും പറയുന്നുണ്ട്. അവൻ ആ പൊതി തുറന്നു നോക്കിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലിക്ക് എന്തിനാ മോളെ പുതിയ ഷർട്ടൊക്കെ എന്നവളോട് ചോദിക്കുമ്പോൾ പുറത്ത് പോകുമ്പോൾ ഇടാലോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ പുതിയ ഷർട്ടൊക്കെ ഇട്ട് പോവാലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. അവൻ അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കിക്കൊണ്ട് 1500 രൂപയോ, ഈ കാശിനെ ഞാൻ 4 ഷർട്ട് വാങ്ങിയേനെ എന്ന് സുഭാഷ് പറയുമ്പോൾ അതിന് ഈ ഷർട്ട് കിട്ടില്ലല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. സുഭാഷും കണ്ണു നിറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരാൾ പറയാതെ സമ്മാനം തരുന്നേ എന്ന് പറയുമ്പോൾ അതൊന്നും വലിയ കാര്യമല്ല സുഭാഷ് ഏട്ടാ എന്ന് നിധിയും പറയുന്നുണ്ട്. മോൾക്ക് അങ്ങനെ തോന്നുന്നതാ, പക്ഷേ എനിക്കങ്ങനെയല്ല മോളെ എന്നവൻ നിറഞ്ഞ കണ്ണുകളോടെ പറയാണ്. അവളും ഒരു ചിരിയോടെ കവറിൽ നിന്നും ഒരു ടീഷർട്ട് എടുത്ത് ഇത് ഹരീഷിന് എന്ന് പറഞ്ഞ് ഹരീഷിന് കൊടുക്കുന്നുണ്ട്. അയ്യോ എനിക്കോ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ അവനും അത് വാങ്ങാണ്. അപ്പോഴേക്കും അച്ഛനും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അച്ഛനതൊക്കെ കണ്ട് എന്താ ഇവിടെ നടക്കുന്നേ, ഓണം ഇത്തവണ നേരത്തെയാണോ, എല്ലാവരുടെ കയ്യിലും കോടിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവാ അച്ഛാ, അതാ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിയത് എന്ന് നിധിയും പറയുന്നുണ്ട്. ഓഹോ അതെയോ എന്നയാൾ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ഇത് അച്ഛനെ എന്നും പറഞ്ഞ് അവൾ ഒരു കവർ അച്ഛനെ കൊടുക്കുന്നുണ്ട്. അയാളത് തുറന്നു നോക്കിക്കൊണ്ട് ആഹാ മുണ്ടും ഷർട്ടും കണ്ടോടാ, തറവാട്ടി പറഞ്ഞവർ അതിൻ്റെ ഗുണം കാണിക്കും, നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ ഇങ്ങനൊന്നും എനിക്ക് വാങ്ങിച്ചു തരാൻ എന്ന് പറയുമ്പോൾ ഹരീഷും അതിന് ഞങ്ങൾ പറഞ്ഞത് തറവാട്ടിലല്ലോ ഈ കുപ്പയിലല്ലേ എന്ന് പറയുന്നുണ്ട്. അച്ഛനും സന്തോഷത്തോടെ മോളെ ഞാൻ ഇതൊന്ന് ഇട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് എടുത്ത് പോവാനും നിധിയും കയ്യിലൊരു കവറുമായി റൂമിലേക്ക് നടന്നു പോകുന്നുണ്ട്. അത് കണ്ട് സുധീഷും അയ്യോ നിധി അപ്പോൾ എനിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളത് ശ്രദ്ധിക്കാതെ പോകുന്നത് കണ്ട് വീണ്ടും അവൻ ചോദിക്കുന്നുണ്ട്. അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. ഇയാൾക്കൊന്നും വാങ്ങിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നിധി റൂമിൻ്റെ വാതിലിനടുത്തേക്ക് വരുന്നുണ്ട്. കൈ പുറകിലേക്ക് പിടിച്ച് നിൽക്കുന്ന നിധിയോട് നിധി എനിക്കൊന്നും വാങ്ങിയില്ല എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല എല്ലാവർക്കും വാങ്ങിക്കുമ്പോൾ എനിക്ക് കൂടി ഒന്ന് വാങ്ങിക്കായിരുന്നില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ എന്നവളും പറയുന്നുണ്ട്. ഒരു കർച്ചീഫ് പോലും എന്നവൻ ചോദിക്കുമ്പോൾ ഇല്ല എന്നവളും പറയാണ്. അവനത് കേട്ട് വിഷമത്തോടെ നിൽക്കുമ്പോഴേക്കും നിധി ആ കവറുമായി അവൻ്റെ അടുത്തേക്ക് വന്ന് ഇതാ എന്ന് പറഞ്ഞ് ഒരു ചിരിയോടെ അവനത് നീട്ടുന്നുണ്ട്. എനിക്കാണോ എന്നവൻ ചോദിക്കുമ്പോൾ അതെ എന്നവളും പറയാണ്. അവനത് തുറന്നു നോക്കിക്കൊണ്ട് ഷർട്ട് എനിക്കിഷ്ടപ്പെട്ട നിറാണല്ലോ, അല്ല നിധിക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ഈ നിറ ഇഷ്ടമെന്ന് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അയ്യോ അതിന് ഞാൻ സെലക്ട് ചെയ്തതൊന്നുമല്ല, നികേഷാ പറഞ്ഞത് ഇത് നന്നായിരിക്കുമെന്ന് എന്ന് പറയുന്നത് കേട്ട് നികേഷും എല്ലാവർക്കുള്ള ഡ്രസ്സ് ഞാനാ സെലക്ട് ചെയ്തത് ഒരാൾക്കൊഴികെ, അത് വേണ്ടാന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞതാ, ഏട്ടത്തിയുടെ നിർബന്ധം കൊണ്ട് എടുത്തതാ എന്നവൻ പറയുമ്പോൾ നികേഷ് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരാളെ മാത്രം വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോഴേക്കും സുഭാഷും എല്ലാവരും കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് ഓണത്തിനിടാനുള്ളതാ എന്ന് പറയുമ്പോൾ ഓണത്തിനോ ഞാനിത് നാളെ കോളേജിൽ പോകുമ്പോൾ ഇടും എന്ന് നികേഷും പറയുന്നുണ്ട്. നീ ഇട്ടോടാ, ഓണത്തിന് ഞാൻ വേറെ വാങ്ങിച്ച് തന്നോളാം എന്ന് നിധി പറയുമ്പോൾ നികേഷും സന്തോഷത്തോടെ അത് എടുത്ത് പോവുകയാണ്. പിന്നീട് രാവിലെ ആകുമ്പോൾ പഞ്ചഗുസ്തി കളിക്കാണ് നികേഷും ഹരീഷും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുധീഷും സുഭാഷും വരുന്നുണ്ട്. സുഭാഷിൻ്റെ കയ്യിൽ പായസം കണ്ട് ഇതെന്താ രാവിലെ തന്നെ പായസമൊക്കെ
എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ നിധി ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോഴേ ഒരു സ്പൂൺ പഞ്ചസാര പോലും അധികമായിട്ട് ഒരു ചായ പോലും ഉണ്ടാക്കി തന്നില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, എടാ ഞാനും നീയൊക്കെ ജീവിക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നതാ. നിധിക്ക് അവളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായി ജോലി, രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് സുഭാഷ് പറയുമ്പോൾ, ഓ അത് കേട്ട് ഓ ആയിക്കോട്ടെ എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും ജോലിക്ക് പോകാൻ റെഡിയായി അങ്ങോട്ട് വരികയാണ്. മോള് പുറപ്പെട്ടോ, ദാ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും അവളുടെ അടുത്തേക്ക് വന്ന്, ഏട്ടത്തി സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അവൾ താങ്ക്സ് പറയാണ്. സുധീഷ് അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് എന്താ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ ഓടിച്ചെന്ന് ഒരു കസേര എടുത്ത് അവളുടെ അടുത്തേക്ക് വെച്ചുകൊണ്ട് ഇരിക്കെ ഇരിക്കെ എന്ന് സുധീഷ് പറയുമ്പോൾ, എന്താ ഇത്ര ഗൗനിക്കലൊക്കെ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ജോലിക്ക് ആദ്യമായിട്ടല്ലേ ഒരാൾ പോകുന്നേ, അപ്പോൾ ഇത്തിരി ബഹുമാനം തരാമെന്ന് കരുതി എന്ന് സുധീഷും പറയുന്നുണ്ട്. അവൾ അവിടെ ഇരിക്കുമ്പോഴേക്കും സുഭാഷ് അവൾക്കുള്ള പായസമായി വരുന്നുണ്ട്. ഇതാ മോളെ കഴിക്കേ എന്നവൻ പറയുമ്പോൾ, ഇതെന്താ രാവിലെ തന്നെ പായസമൊക്കെ എന്ന് നിധിയും ചോദിക്കുകയാണ്. ഏട്ടത്തേക്ക് ജോലിക്ക് പോകുന്നതോടുള്ള സ്പെഷ്യൽ പായസ എന്ന് നികേഷ് പറയുമ്പോൾ, ആണോ താങ്ക്സ് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് അവളത് കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന് എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അവളത് കഴിച്ചുകൊണ്ട്, ആഹാ സൂപ്പറായിട്ടുണ്ട് സുഭാഷ് ഏട്ടാ അടിപൊളി എന്ന് പറയുമ്പോൾ സുഭാഷ് ഒരു ചിരിയോടെ അവളെ നോക്കുന്നുണ്ട്. സുധീഷും തൻ്റെ ഫോണെടുത്ത് അവളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവൾ മതി സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് ഗ്ലാസ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. സുഭാഷും മോളെ അവിടെ നിൽക്ക്, ഞാൻ ലഞ്ച് ബോക്സ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടാണ്. ഹരീഷും അവളുടെ അടുത്തേക്ക് വന്ന്, ഏട്ടത്തി ഫസ്റ്റ് ഡേക്ക് ബെസ്റ്റ് വിഷസ് എന്ന് പറയുമ്പോൾ താങ്ക്സ് എന്നവളും പറയാണ്. ആദ്യ ദിവസമല്ലേ ഞാൻ കൊണ്ടുവിടാം എന്ന് സുധീഷ് പറയുമ്പോൾ ശരി എന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും ലഞ്ച് ബോക്സുമായി അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ അത് വാങ്ങിക്കൊണ്ട് ശരി എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും, ഡാ നീയും നന്നായി പഠിച്ച് ഇതുപോലെ ജോലി വാങ്ങിക്കണം എന്ന് നികേഷിനോടായി സുഭാഷ് പറയുന്നുണ്ട്. അവരങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോഴേക്കും, ഏട്ടത്തി ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് നികേഷ് അകത്തേക്ക് ഓടുന്നുണ്ട്. അവൾ സംശയത്തോടെ അവിടെ തന്നെ നിൽക്കുമ്പോഴേക്കും അവനൊരു പേനയായി വരുന്നുണ്ട്. അവനത് അവൾക്ക് കൊടുത്തുകൊണ്ട്, ഇതെൻ്റെ ഫേവറേറ്റ് പേനയാ, ഇനി മുതൽ ഇത് ഏട്ടത്തിക്ക് എന്നും പറഞ്ഞ് അവൾക്ക് കൊടുക്കുമ്പോഴേക്കും അവളും സന്തോഷത്തോടെ അത് വാങ്ങിക്കുന്നുണ്ട്. സമയം വൈകി വാ പോവാം എന്ന് പറഞ്ഞ് സുധീഷ് അവളെ വിളിക്കുമ്പോഴേക്കും അവളും പോകാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും സൈക്കിളിൽ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. അച്ഛൻ സൈക്കിൾ അവിടെ സ്റ്റാൻഡിലിട്ട് നിർത്തി, മോളെ എങ്ങനെയുണ്ട് മോൾ വാങ്ങി തന്ന കുപ്പായ എന്നും പറഞ്ഞ് അവളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോഴേക്കും നന്നായിട്ടുണ്ട് എന്ന് അവൾ ഒരു ചിരിയോടെ പറയുന്നുണ്ട്. വാ പോവാം എന്നവൾ പറയുമ്പോഴേക്കും, മോളെ ഒരു മിനിറ്റ് ഒരു സർപ്രൈസ് ഉണ്ട്, മോൾ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നല്ലേ, അപ്പോൾ അച്ഛൻ്റെ വക ഒരു സർപ്രൈസ്, മോൾ ജോലിക്ക് പോകാണെന്ന് നാലാൾ അറിയട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ കുറേ പടക്കമായി വന്ന്, എടാ ഇതൊക്കെ ഒന്ന് പൊട്ടിക്കടാ എന്നവരോടായി പറയുന്നുണ്ട്. അപ്പോഴേക്കും ലളിതയും കടയിൽ പോയി സാധനങ്ങളുമായി അതിലൂടെ വരുന്നുണ്ട്. അവളെ തൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള വഴിയിലേക്ക് തിരിയുമ്പോഴേക്കും പെട്ടെന്ന് പടക്കത്തിൻ്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് എല്ലാവരും ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട്, പടക്കെടുത്ത് പൊട്ടിക്കടാ മക്കളെ, നമ്മുടെ നിധിക്ക് ജോലി കിട്ടിയത് നാലാൾ അറിയട്ടെ, ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ ജോലിക്ക് പോകുന്നതല്ലേ എന്നൊക്കെ ഭാസ്കരൻ പറയുമ്പോഴേക്കും ഹരീഷും നികേഷും ബാക്കി പടക്കം എടുത്ത് പൊട്ടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അത് കണ്ട് ലളിതയും എന്തൊക്കെ കോപ്രായായി കാണിക്കുന്നേ, നാട്ടുകാർക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ എന്ന് ലളിത ചോദിക്കുന്നത് കേട്ടെ, അത് ചോദിക്കാൻ നീ ആരാടി, എൻ്റെ മരുമകള് ആദ്യമായിട്ട് ആർക്കിടെക്റ്റിൻ്റെ ജോലിക്ക് പോവുക, അതിന് ഞങ്ങൾ പടക്കം പൊട്ടിക്കും, വേണമെങ്കിൽ അമിട്ടും പൊട്ടിക്കും, നീ പോടി പൂതനെ, എൻ്റെ മരുമോളെ ആർക്കിടെക്റ്റ് നിൻ്റെ മോളെ പോലൊന്നുമല്ല എന്ന് ഭാസ്കരൻ വിളിച്ചു പറയുമ്പോൾ കുറച്ച് അയൽവാസികൾ കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട്. അയൽവാസികളൊക്കെ എത്തിയല്ലോ, പൊട്ടിക്കടാ പിള്ളേരെ, അവരുടെ മുഖത്തിട്ട് പൊട്ടിക്ക് എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും നികേഷും ഒരു പടക്കം എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ഭാസ്കരൻ്റെ കയ്യിലേക്ക് തട്ടാണ്. അയാൾ വേദനയോടെ കൈമാറ്റി പിടിക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് ഓടി വന്ന്, അച്ഛ എന്താ എന്തു പറ്റി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല മോളെ എന്ന് അയാൾ പറയുമ്പോൾ നിധി വീണ്ടും അയാളെ നിർബന്ധിക്കാണ്. ലളിതയും അത് കണ്ട് സന്തോഷത്തോടെ, പടക്കത്തിൻ്റെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, എടി എൻ്റെ മോൾ പോകുന്ന വഴിക്ക് ശകനം നിൽക്കാതെ മാറി നിൽക്കടി, അല്ലെങ്കിലേ പൊട്ടാത്തമിട്ടെടുത്ത് നിന്റെ വായിലിട്ട് ഞാൻ പൊട്ടിക്കും എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് കേട്ട് ലളിതയും മറ്റുള്ളവരോടായി, എന്തിനാടാ കാഴ്ച കാണാൻ നിൽക്കാണോ, എല്ലാവരുടെയും വീടുകളിലേക്ക് പോയേ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നിധിയും അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറാതെ, അച്ഛ കൈ ഒന്ന് കാണിക്കാൻ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ, എന്ത് കാണാനാ മോളെ, ഇതൊന്നുമില്ല, ആദ്യത്തെ ദിവസമായിട്ട് വൈകാൻ നിൽക്കണ്ട, മോള് പോയിക്കോ എന്ന് ഭാസ്കരൻ നിർബന്ധിക്കുമ്പോൾ, അത് ശരിയാ ഇന്ന് തന്നെ വൈകേണ്ട, മോള് ചെന്നോ എന്ന് സുഭാഷും പറയാണ്. നിധിയും ശരിയെന്ന് സമ്മതിച്ച് സുധീഷിൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നുണ്ട്. പൊള്ളിയെ കയ്യും പിടിച്ചിരിക്കുന്ന ഭാസ്കരനും നികേഷിനൊന്ന് നോക്കിക്കൊണ്ട്, എടാ നീ അറിയാതെ പൊട്ടിച്ചു തന്നെയാണോ, അല്ല മനഃപൂർവ്വം എൻ്റെ കൈ കൊണ്ടിട്ടതോ എന്ന് ചോദിക്കുമ്പോൾ, അവൻ അറിയാതെ പൊട്ടിപ്പോയതാച്ചാ, ഇനി അവൻ്റെ മെക്കിട്ട് കയറണ്ട എന്ന് പറഞ്ഞ് ഹരീഷും അവനെ കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. ഭാസ്കരൻ പൈപ്പിനടുത്ത് ചെന്ന് കൈ കഴുകുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് ചെന്ന്, ഞാൻ മരുന്നെടുക്കാം അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഏയ് അതൊന്നും വേണ്ടടാ, ഒരു പടക്കം പൊട്ടിയതിന് എന്തിനാ മരുന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ കൈ കഴുകുന്നുണ്ട്. സുഭാഷും അത് കേട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. പോകുന്ന വഴിക്ക് നിധിയും സുധീഷും ഒരു അമ്പലത്തിൽ കയറുന്നുണ്ട്. പിന്നീട് ഓഫീസിലേക്കുള്ള യാത്രയിൽ നിധി സന്തോഷത്തോടെ സുധീഷിനോട്, ഈ അമ്പലത്തിലെ നല്ല പവർഫുള്ളുള്ള പ്രതിഷ്ഠയാണത്രേ എന്ന് പറയുമ്പോൾ, ഓഹോ തക്കല താമസിച്ചവർക്കൊക്കെ ഇവിടെ തിരുവനന്തപുരത്തുള്ള അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ,
അത് സുഭാഷേട്ടൻ പറഞ്ഞു തന്നതാ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും അപ്പോൾ ഈ ദൈവങ്ങൾക്കിടയിലും പവർ കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധിയും ഒരു സംശയത്തോടെ അവനെ നോക്കുന്നുണ്ട്. ഏയ് അങ്ങനല്ല, അവർക്കിടയിലും ഈ ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചതാ എന്ന് സുധീഷ് പറയുമ്പോൾ അത് കേട്ട് നിധിയും അല്പം ദേഷ്യത്തോടെ വന്നിച്ചില്ലെങ്കിൽ നീക്കരുത് എന്ന് പറയുമ്പോൾ സുധീഷും കൈക്കുപ്പിക്കൊണ്ട് ഓ എന്ന് പറയുന്നുണ്ട്. അല്ല നിധിയുടെ വീട്ടുകാരോടൊക്കെ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ ജോലി കിട്ടിയ കാര്യം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്തിനാ ഞാൻ അവരോട് പറയുന്നേ, ഇത് കേട്ടാലും അവർക്ക് സന്തോഷമൊന്നും തോന്നാനും പോകുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ അവരെ വിളിക്കുന്നേ എന്ന് നിധി പറയുമ്പോൾ അവർ സന്തോഷിക്കണ്ട, എന്നാലും തനിക്കൊരു മനസ്സുകൊണ്ടാവല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ജോലി കിട്ടിയ ആദ്യ ദിവസം അങ്ങനെ എനിക്കൊരു ജോലി കിട്ടരുത് എന്ന് ചിന്തിച്ചവരോട് പ്രതികാരം തീർത്തിട്ടല്ല ഞാൻ സന്തോഷം കണ്ടെത്തേണ്ടത്, എനിക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചവരോട് നന്ദി പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ നോക്കിക്കൊണ്ട് താങ്ക്സ് എന്ന് നിധി പറയുന്നുണ്ട്. സുധീഷിൻ്റെ സപ്പോർട്ടില്ലാതെ എനിക്കിത് ഒരിക്കലും കിട്ടില്ലായിരുന്നു എന്ന് നിധി പറയുമ്പോൾ ഒരു ചിരിയോടെ ഓ ഇൻ്റർവ്യൂവിന് കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, അത്രയല്ലേ നമ്മൾ ചെയ്തുള്ളൂ എന്ന് സുധീഷും പറയാണ്. അങ്ങനെയല്ല സുധീഷെ, ഞാൻ ജോലിയെപ്പറ്റി ആലോചിക്കാതിരുന്നപ്പോൾ പോലും എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് എന്നെ അടിക്കടി ഓർമ്മിപ്പിച്ചത് സുധീഷല്ലേ എന്നവൾ പറയുമ്പോൾ ഓ അങ്ങനെ, ആക്ച്വലി ഈ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് കേട്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നാലെ കൂടി പുഷ് ചെയ്യാൻ എനിക്ക് പ്രത്യേക ഒരു കഴിവാ, അല്ല ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയാലോ എന്ന് കൂടി ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്നതാ എന്നവൻ പറയുമ്പോൾ അത് കേട്ട് നിധിയും ഓടിക്കുന്നതും പോരാഞ്ഞ് ഈ തള്ളലും കൂടി വേണോ എന്ന് ചോദിക്കുമ്പോൾ ചമ്മലോടെ നിധിയെ നോക്കിയിരിക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി